ഇനി സ്റ്റൗ കത്തിക്കാൻ ഇതുപോലൊരു സിറിഞ്ച് മാത്രം മതി. നമ്മൾ വീടുകളിൽ ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ലൈറ്ററുകളായിരിക്കും. ഇനി ലൈറ്ററുകൾ മേടിച്ച് നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു സിറിഞ്ച് മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, സിറിഞ്ച് മാത്രമല്ല, അതിനോടൊപ്പം ഈ ഒരു ലൈറ്ററോടെ വേണം. അപ്പോൾ നിങ്ങൾ കരുതി ഇതുപോലുള്ള ലൈറ്റർ ഉണ്ടെങ്കിൽ ഇത് വെച്ചെങ്കിൽ ഗ്യാസ് കത്തിച്ചാൽ പോരെയെന്ന്. ഇത് വെച്ച് കത്തിക്കാം, പക്ഷേ കത്തിക്കുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് കളയാനേ പറ്റത്തുള്ളൂ, അല്ല അതൊരു ഉപയോഗമില്ല. എന്നാൽ ഇനി നമുക്ക് കുറേ നാളത്തേക്ക് ഗ്യാസ് എത്തിക്കുക ഇതുപോലൊരു സിറിഞ്ച് ഇതുപോലുള്ള ലൈറ്റർ മാത്രം മതി. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിറിഞ്ചിൻ്റെ മുകൾ വശം കൊണ്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഈ ലൈറ്ററിനകത്ത് ഇതുപോലൊരു സാധനമുണ്ട്, അതും എടുക്കണം. ഇത് രണ്ടും മാത്രം മതി നമുക്കിനി ഗ്യാസ് കത്തിക്കാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ഹോൾ ഇടണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിറിഞ്ചിന് ഞാൻ അഡീഷണൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിനകത്തേക്ക് ഇറക്കണം. ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഹോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ ആദ്യമുള്ള ഹോളിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ അടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഈ ക്യാപ്പ് ഇതിൻ്റെ മുകളിലേക്കുള്ളത് അടയ്ക്കണം. അടച്ചിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്യുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, കത്തുകയും ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ കത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഗ്യാസ് കത്തിക്കാൻ പറ്റും. ഞാൻ പ്രത്യേകം പറയും, കുഞ്ഞുങ്ങൾ ഇത് കണ്ടൊന്നും അനുകരിക്കല്ലേ, വളരെ ഡേഞ്ചറാണ്. അതുപോലെ മുതിർന്നവരാലും ഉപയോഗിക്കുമ്പോൾ നല്ല സേഫ് ആണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.